നാഥന്റെ വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. വന്ധ്യ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നുമെന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. ഏറും ഭേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏറും ഭേദമെത്രയെന്നാലും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവേന് സാദരം നാം പാടുവോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവേന് സാദരം നാം പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവേന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാവർക്കും തീർക്കാൻ നല്ല കർത്താവേന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. ശത്രുവിനന്യസ്തങ്ങളാൽ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവിനന്യസ്തങ്ങളാൽ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധകൂട്ടം പാടും നിത്യസ്തുതി പാടുവോ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധകൂട്ടം പാടും നിത്യസ്തുതി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. ജീവവചന പ്രഭാത ധ്യാനചിന്തയിലെ
എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോകരുത് എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കൂടപ്പിറപ്പുകളെ, ദൈവജനത്തിനു നടുവിലുള്ള ദൈവസാന്നിധ്യം ശത്രുക്കൾക്ക് എന്നും ഭയം വ്യാപരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവസാന്നിധ്യം കൂടെയുള്ള ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു കൂട്ടായ്മയെയോ ലോകം ഭയക്കുന്നു. കാരണം ദൈവം കൂടെയുള്ള ജനങ്ങളുടെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും ദൈവമക്കളുടെ പദവികളുമൊക്കെ ലോകക്കാരിൽ ഭയം ഉളവാക്കുകയും തന്നിമിത്തം അവരിൽ ചിലർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിങ്കലേക്ക് വരികയും ചെയ്യും എന്നത് ദൈവവചനത്തിലുള്ള വാഗ്ദത്തമാണ്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെ ആകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കളുടെ ദൈവവുമായുള്ള ബന്ധം ദൃഢവും ശക്തവുമാണെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിയോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. അതൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കും. അത് ലോകക്കാർക്ക്, ഉപദ്രവിക്കുന്നവർക്ക് വ്യക്തമായി തിരിച്ചറിയാനാകുകയും അവരിൽ ദൈവമക്കളെക്കുറിച്ചുള്ളൊരു ഭയം വ്യാപരിക്കുകയും ചെയ്യും. പാളയം വിശുദ്ധമാണെങ്കിൽ ദൈവം പാളയത്തിൽ ഇറങ്ങും. അത് ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ഭവനം വിശുദ്ധമാണെങ്കിൽ ഭവനത്തിൽ പാർക്കുന്നവരിൽ വിശുദ്ധിയുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവസാന്നിധ്യം ഭവനത്തിൽ ഇറങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തികളിൽ ഇറങ്ങി വസിക്കും. അത് ശത്രുവിന് പാളയത്തോട്, വ്യക്തികളോട് അടുത്തു വരുവാൻ കഴിയാതെ ഭയം അവനിൽ വ്യാപരിപ്പിക്കുന്ന ഒരനുഭവമായി തീരും. കൊടുപ്പുറപ്പിൽ ഒരു ദൈവഭക്തനോടുകൂടെ എപ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. അവൻ പാർക്കുന്നിടത്ത്, അവൻ പോകുന്നിടത്ത്, അവൻ പ്രവർത്തിക്കുന്നിടത്ത് ദൈവസാന്നിധ്യത്തെ അവൻ ക്ഷണിക്കുന്നത് കൊണ്ടും ആ സാന്നിധ്യത്തിൽ നടക്കുന്നത് കൊണ്ടും അതറിയുന്ന, അത് കാണുന്ന, അതിനെക്കുറിച്ച് കേൾക്കുന്ന ശത്രുവിൻ്റെ ഉള്ളം ഉരുകുവാനിടയാകും. ദൈവഭക്തനെ കുറിച്ചുള്ള ഭയം ശത്രുവിനുണ്ടാകും. ആ ഭയത്തിന് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ ഇസ്രായേൽ പാളയത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം എത്തിയെന്ന് ഫെലിസ്ത്യർ ഗ്രഹിച്ചപ്പോൾ അവർക്ക് മഹാഭയമുണ്ടായി. കാരണം ഇതിനു മുൻപ് ഇതുപോലെ ഇസ്രായേലിന് വേണ്ടി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് അവർക്ക് ഓർമ്മയുണ്ട്. പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ജനം ആർത്തു. അത് കേട്ട ഫെലിസ്ത്യരുടെ ഇടയിൽ ഭയമുണ്ടായി. ആ ആർപ്പിന് കാരണം എന്തെന്ന് ശത്രു തിരിച്ചറിഞ്ഞു. അത് ദൈവത്തിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ പാളയത്തിൽ എത്തിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇനി അവരെ തോൽപ്പിച്ചോടിക്കുവാനാകുകയില്ല. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പെട്ടകമുള്ളിടത്ത് പാപം വാഴുകയില്ല. പാപമില്ലാത്തിടത്ത് ദൈവം ഇറങ്ങി വസിക്കും. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പ്രിയരെ, ദൈവഭക്തന്റെ പാളയം പാപവിമുക്തമാക്കപ്പെടുമെങ്കിൽ, അവന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ അവിടെ നിശ്ചയമായും ദൈവം വസിക്കും. പെട്ടക സാന്നിധ്യമില്ലാതെ ഇസ്രായേൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവർ ഓടേണ്ടി വന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ആർക്കും യുദ്ധം ജയിക്കാനാകില്ല. തോൽവിയുടെ കാരണം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ മൂപ്പന്മാർ ദൈവത്തിന്റെ പെട്ടകം പാളയത്തിൽ കൊണ്ടുവരുവാൻ പുറപ്പെട്ടു. പെട്ടകം കൊണ്ടുവരപ്പെട്ടപ്പോൾ പാളയത്തിന്റെ സ്ഥിതി മാറി, ജനത്തിന്റെ ഭയം മാറി. അവർ ദൈവത്തെ സ്തുതിക്കുകയും ആർക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫെലിസ്ത്യരുടെ ഉള്ളം ഉരുകി. അവർ ഭയത്തിനടിമകളായി. അവർ തിരിച്ചറിഞ്ഞു, ഇനിയും നമുക്ക് ജയമില്ല. പെട്ടകത്തിന് മുൻപിൽ നമുക്ക് ജയമില്ല. ജയം ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് അവകാശമായിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതം പരാജയമാണോ? പരാജയ ഭീതിയിൽ കഴിയുന്നതാണോ നിങ്ങളുടെ ഒരു ജീവിത നിലവാരം? പരിഹാരം ഒന്നേ ഉള്ളൂ കേട്ടോ. പരാജയ കാരണം തിരിച്ചറിയുക. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടാകുവാൻ നിങ്ങളുടെ ഭവനത്തിൽ ആരാധനയുടെ യാഗപീഠം ഒരുക്കുക.
ദൈവത്തിൻ്റെ പെട്ടകം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക. നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവസാന്നിധ്യം ക്ഷണിച്ചു കൊണ്ടുവരിക. പെട്ടക സാന്നിധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചാർത്ത് ആരാധിക്കുക. നിങ്ങളിൽ, നിങ്ങളുടെ പാളയത്തിൽ ജീവനുള്ള ആരാധന ഉയർന്നാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിത യുദ്ധം ജയിക്കും. നിങ്ങളുടെ പരാജയഭീതി മാറും. ആരും ഓടിക്കാതെ നിങ്ങളുടെ മുൻപിലുള്ള ശത്രു ഓടിപ്പോകും. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആർപ്പുവിളി അവർക്ക് മതപരമായ ആവേശമാണെങ്കിൽ, ഫെലിസ്ത്യരെ സംബന്ധിച്ചിടത്തോളം ആർപ്പുവിളി വെറും ഒച്ചയിടൽ മാത്രമായിരുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതലിനെ സ്തുതിയും സ്തോത്രവും ഉയർത്തിയുള്ള ആരാധന മതപരമായ ആവേശമല്ല, ഒച്ചയിടലുമല്ല. അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കലാണ്. സത്യാരാധനയാണത്. വിശുദ്ധിയുള്ളവരുടെ ആരാധന പെട്ടക സാന്നിധ്യത്തിലാണെങ്കിൽ പ്രിയരെ, അത് ദൈവത്തിന് പ്രസാദവും നമുക്കത് ആനന്ദവും ശത്രുവിനത് ഭയഹേതുകവുമാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, പാളയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോകുവാൻ ഇടയാകാതെ സൂക്ഷിക്കുമെങ്കിൽ നമ്മെക്കുറിച്ച് ശത്രുവിന് എപ്പോഴും ഭയമുണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, ഈ നല്ല രാവിലെ സമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ധ്യാനിച്ച കേട്ട വചന ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത്, സാന്നിധ്യം ഉണ്ടായിരിക്കുന്നിടത്ത് ശത്രുവിന് യാതൊരു കാര്യവുമില്ല. ദൈവമക്കളെ കണ്ട് ശത്രു ഭയപ്പെടും എന്ന തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആകയാൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ വസിക്കേണ്ടതിന് വേണ്ടി, ഞങ്ങളുടെ കൂടാരങ്ങൾ വസിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ പാളയം, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ജീവിതം ശുദ്ധമായി സൂക്ഷിക്കാൻ, ഞങ്ങളുടെ പാളയത്തിൽ വിശുദ്ധി ഉണ്ടാകുവാൻ, വിശുദ്ധി സൂക്ഷിക്കുവാൻ, വിശുദ്ധിയുള്ളിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ കൂടാരങ്ങളിൽ, ഞങ്ങളുടെ ശരീരാത്മാ ദേഹിമണ്ഡലങ്ങളിൽ പരിശുദ്ധന്റെ സാന്നിധ്യം വസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം യുദ്ധം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ശത്രുവിൻ്റെ മുൻപിൽ പതറിപ്പോകാതെ, ശത്രു ഞങ്ങളുടെ മുൻപിൽ ഓടിപ്പോകുന്നത് കാണാൻ ഞങ്ങൾക്കിടയാണ്. കർത്താവ് ഞങ്ങൾക്ക് അതിന് സാവകാശം തരുന്നതിനായി, അനുഗ്രഹം തരുന്നതിനായി സ്തോത്രം. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവ്, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വേഗം നടക്കും. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യാം. മാറാനാഥ തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നും ഇന്നും പാടുകൂ. തിരുപാദം എല്ലാവരും തേടി വന്നതയകന്നു ഇന്നും ഇന്നും പാടുകൂ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയെല്ലാം മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. ഏതും എല്ലാത്തെയും നിരത്തിയല്ലോ, ഏതും എല്ലാത്തെയും നിരത്തിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുന്നു. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ
പോകുമേ.